സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയല ജീവിതമലരിൻ അനുഗ്രഹവർഷം ചൊരിയണമേ ചൊരിയണമേ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ. അർച്ചന ചെയ്തിടും ദാസരിൽ നാഥാ കൃപയേകിടൂ കൃപയേകിടൂ. കൃത്യം മാലിന്യം നീക്കിടൂ നീ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവവചന ശബ്ദത്തിനായി നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. എമൗസിലേക്ക് കടന്നുപോയ ശിഷ്യന്മാരുടെ മനസ്സിനെ കർത്താവ് തുറന്നപ്പോൾ അവിടുന്ന് അരുളി ചെയ്തത് അവർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞു. അതേ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അടിയനോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാന വിഷയം The Lord is near to us. കർത്താവ് നമ്മുടെ സമീപസ്ഥൻ ആണ്. 2 ദിനവൃത്താന്തം 14 അധ്യായം 11 വാക്യം. 2 Chronicles chapter 14 verse 11. Then Asa called to the Lord his God and said, Lord, there is no one besides you to help between the powerful and those who have no strength. So help us, O Lord, our God, for we trust in you. കർത്താവേ, സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമായി കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പിൽ പ്രസാദകരമായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ സമീപസ്ഥനാണ്. മനുഷ്യരാൽ അസാധ്യമായ ദൈവത്തിന് മാത്രം സാധ്യമാണ്. നമ്മുടെ ഏക ശരണം ദൈവമാണ്. അതിനാൽ നമ്മുടെ ആശ്രയം ദൈവം മാത്രമാകണം. ദൈവം മാത്രമാകണം. തന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കുവാനായി ദൈവം കാത്തിരിക്കുകയാണ്. നമുക്ക് സഹായം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അവിടുത്തെ കൂടുതലായി ആശ്രയിച്ചപേക്ഷിക്കണം. ദൈവം തന്റെ മക്കളെ വിലയേറിയ പാഠം പഠിപ്പിക്കുന്നതിനായി കഷ്ടതകളെ ഉപയോഗിക്കുന്നു. കഷ്ടതകളെ പ്രയാസങ്ങളായിട്ടല്ല, അവസരങ്ങളായി നാം കാണണം. നമ്മുടെ സഹായത്തിനായി ഏതു നിമിഷവും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഇടപെടുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്ന് എത്ര ആശ്വാസകരമാണ് അല്ലേ? ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. സങ്കീർത്തനങ്ങൾ 121 വാക്യം. I will lift up my eyes to the mountains. From where shall my help come? എനിക്ക് സഹായം എവിടെ നിന്നും വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരുന്നു എന്ന് സങ്കീർത്തനക്കാരനെ പോലെ വിശ്വസിക്കുവാൻ നമുക്കും കഴിയണം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് എപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കും.
കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ കാത്തു പരിപാലിക്കുന്ന കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. നമ്മെ ദൈവകരങ്ങളിൽ പ്രതിഷ്ഠിക്കാം. രൂപാന്തരം പ്രാപിച്ചവരായി അവിടുത്തെ സാക്ഷികളായി മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും. വീണ്ടും വചനം പറയുന്നു, സങ്കീർത്തനങ്ങൾ 54:4, Psalm 54:4. Behold, God is my helper. ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു. ഈ ചിന്തകളാൽ, ഈ വചനങ്ങളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുന്ന് കരുണയുള്ള ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ. അവിടുന്ന് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമേൻ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. കുടുംബമായി ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കാതെ അങ്ങയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി ഓരോ കൂട്ടായ്മയ്ക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം പറയുന്ന വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അതേ കർത്താവേ, അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിക്കണം. ഇന്ത്യയെ ഒരു ദുഷ്ടശക്തിയും തൊടാതെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ മാതൃരാജ്യത്തെ കാക്കണമേ. ഞങ്ങളുടെ ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശേഷാൽ കർണാടകത്തെയും കേരളത്തെയും തമിഴ്നാടിനെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അനുനിമിഷം വർദ്ധിച്ചു വരുന്ന ഓരോരോ വിഷയങ്ങൾക്ക് പരിഹാരം അങ്ങ് മാത്രമാണെന്നുള്ള തിരിച്ചറിവ് ഭരണതലത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വിശേഷാൽ സ്കൂളിലും കോളേജസിലും പഠിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ദൈവമേ, ദുഷ്ടന്റെ കൂരമ്പകളിൽ നിന്ന് മക്കളെ മറയ്ക്കണമേ. കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ അന്ധകാര പോരാട്ട ശക്തികൾ ഹല്ലേലൂയ യേശുവിൻ്റെ നാമത്തിൽ സ്കൂൾ തലത്തിൽ നിന്നും കോളേജ് തലത്തിൽ നിന്നും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മയക്കുമരുന്നിനും മദ്യത്തിനും ആസക്തി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ, ആ പൈശാചിക ശക്തിയെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം ഹല്ലേലൂയ ഭരണതലത്തിലിരിക്കുന്ന ഓരോ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കർത്താവേ, അവിടുത്തെ അധികാരത്തോടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തും അഴിക്കപ്പെടുമെന്നാൽ ആ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്ന മദ്യാസക്തി മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങളിൽ നിന്ന് ആ ആസക്തി വിട്ടുമാറി അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ, കുടുംബജീവിതം നയിക്കുന്ന മക്കൾ കേരളത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഗ്ലോറി. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മാകുഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടെ നിന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി കർത്താവേ, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം കൊടുത്തിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിരാശയോടെ ഇരിക്കുന്നവർ പ്രത്യാശയോടെ തുള്ളിച്ചാടുമാറാകട്ടെ. ഹല്ലേലൂയ. അങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോകാതെ അവിടുന്ന് ഉള്ളം കയ്യിൽ താങ്ങുന്നതിനായി സ്തോത്രം. ഒരിക്കൽ കൂടി ഈ ദിനത്തിനായി നന്ദി പറയുന്ന. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും തിരുസാന്നിധ്യം കൂടെ ഇരുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. മരുഭൂമിയാ ഈ മാനസം തന്നിൽ നിൻഗേഹം തീർത്തിടുക. നിറഞ്ഞിടുക എന്നിൽ എൻ പ്രിയനാഥ. പോകരുതേ, പോകരുതേ, നിന്നിൽ ഞാനെന്നും ലയിച്ചിടട്ടെ.
സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ കേകിടൂ. പരിമളമിയലാൻ ജീവിതമലരിൽ അനുഗ്രഹവർഷം ചൊരിയണമേ ചൊരിയണമേ. സ്നേഹസ്വരൂപാ തവ ദർശനം ഈ ദാസരിൽ കേകിടൂ.